ഹലോ ഗൈസ്, എന്തെങ്കിലും ഇറ്റ്സ് മീ ആക്കി നല്ല സെറ്റ് ഓക്കർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്വിറ്ററിൽ ഒരു അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അഥവാ ട്വിറ്ററിൽ ഒരു അക്കൗണ്ട് എങ്ങനെ ലോഗിൻ ചെയ്യാമെന്നാണ്. അപ്പൊ ആ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, നമ്മുടെ ഐക്കണൊക്കെ എങ്ങനെ മാറ്റാം, പറയുക ബാനർ എങ്ങനെ മാറ്റാം, അങ്ങനെയുള്ള ചെറിയൊരു കാര്യങ്ങളൊക്കെയാണ് ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അധികം ഡിലേയിലാണ് നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ പോകുന്നതിന് മുൻപ് ചാനൽ ഇതിൽ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഏകദേശം നമ്മുടെ ട്വിറ്ററിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ട്വിറ്ററിൻ്റെ സൈറ്റിൽ തന്നെ പോകണം. അല്ലാണ്ട് വേറെ സൈറ്റിലൊന്നും പോയിട്ട് നമ്മുടെ ട്വിറ്ററിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ട്വിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രോമിൽ പോയിട്ട് ട്വിറ്റർ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ട്വിറ്റർ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്തിട്ടുണ്ട്. സെർച്ച് ചെയ്യുമ്പോൾ ലോഗിൻ ഓൺ ട്വിറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു റിസൾട്ട് വരും. ആ റിസൾട്ടിൽ നിന്ന് നമ്മുടെ സൈനപ്പ് ഫോർ ട്വിറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. സൈനപ്പ് ഫോർ ട്വിറ്ററിൽ നമ്മുടെ പേരടിച്ച് കൊടുക്കാം. നമ്മുടെ ചാനലിൻ്റെ പേരാണ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ക്യാപിറ്റലായിട്ട് വരുന്ന ഐറ്റംസൊക്കെ ജസ്റ്റ് നമ്മൾ ക്യാപിറ്റലാക്കി വെച്ചെന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ അടിക്കാനാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. ഫോൺ നമ്പറിന് പകരം നമുക്ക് യൂസ് ഇമെയിൽ ഇൻസ്റ്റഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഇമെയിൽ ഐ ഡിയാണ് നമ്മളിപ്പോൾ അടിച്ചു കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഒരു എറർ വരുന്നുണ്ടല്ലോ. ഓക്കെ, ഒരു അച്ച് ഇടാൻ മറന്നുപോയി. അപ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇനി നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ സാധാരണ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്താണ് ഞാൻ ഇട്ടേക്കുന്നത്. ചാനൽ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്താണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടിച്ച് പോവാം. നമ്മുടെ അക്കൗണ്ടിൻ്റെ പേര് ഐറ്റംസ് ഒക്കെ ചെയ്ത് സൈനപ്പ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു മെയിൽ ഐ ഡി നമ്മൾ നേരത്തെ കൊടുത്ത മെയിൽ ഐ ഡിയിലേക്ക് 6 വെരിഫിക്കേഷൻ കോഡ് വരുന്നുണ്ട്. ആ ഒരു വെരിഫിക്കേഷൻ കോഡ് നമ്മൾ ഇതിനകത്ത് അടിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ജിമെയിൽ ഓപ്പൺ ആക്കിയാണ്. അപ്പോൾ നമ്മുടെ ജിമെയിൽ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ജിമെയിൽ ലോഡായി. അപ്പോൾ നമ്മുടെ ട്വിറ്ററിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോഡിൻ്റെ ഭാഗം ഞാൻ ബ്ലർ ചെയ്തിട്ടേക്കാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ആ ഒരു കോഡ് നമ്മൾ ബ്ലർ ചെയ്തിട്ടേക്കാണ്. ആ ഒരു കോഡ് ഞാൻ അവിടെ കൊണ്ടുവന്ന് ടൈപ്പും ചെയ്യുകയാണ്. 6 വെരിഫിക്കേഷൻ കോഡാണത്. നെക്സ്റ്റ് അടിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഒരു പാസ്വേഡ് അടിക്കാനാണ്. അപ്പോൾ പാസ്വേഡ് അടിക്കാനുള്ള ഞാൻ സ്പീഡപ്പ് ചെയ്ത് ജസ്റ്റ് നമ്മൾ ബ്ലർ ചെയ്ത് സ്കിപ്പ് ചെയ്ത് കളയുകയാണ്. ഓക്കെ, നമ്മുടെ പാസ്വേഡും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രൊഫൈൽ പിക്ചർ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ചാനലിൻ്റെ ഐക്കൺ ഇതിനകത്ത് പീസിൽ കിടപ്പുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. പീസിൽ കിടപ്പുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഐക്കൺ ഇപ്പോൾ തന്നെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഐക്കൺ എങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്നുള്ള ആ ഒരു ട്യൂട്ടോറിയലുമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഐക്കൺ ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്തിടാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് സൂം ചെയ്യാനുള്ള ഓപ്ഷൻ താഴെ ഉണ്ട് കേട്ടോ. ഇത് നീക്കാനുള്ള, നമ്മൾ സാധാരണ അത് നീക്കാനുള്ള സൂം ചെയ്യാനുള്ള ഓപ്ഷൻ താഴെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിനകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിപ്പം ഓക്കെ, അപ്ലൈ കൊടുത്തു. നമ്മൾ നെക്സ്റ്റ് ചെയ്തപ്പോൾ ബയോ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബയോ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ചാനലിൽ വരെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും വ്യൂ കൗണ്ടും തമ്മിൽ ഒരു ബന്ധമില്ലാത്തതാണ് കാണിക്കുന്നത്. ഏതാണ്ട് 12K 10K അടുത്ത് വ്യൂ ഉണ്ട്. 1K പോലും സബ്ബുമില്ല. സബ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് ആണ് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിയാവുന്ന എന്തെങ്കിലും 2-3 ടോപ്പിക്കാണ് ജസ്റ്റ് ഒരു രസത്തിന് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയുള്ള സജഷൻസ് ആണ് ഇപ്പോൾ ഇവർ കാണിച്ചിരിക്കുന്നത്. സജഷൻസ് ആണ് ഇവർ. ഓക്കെ, അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് അടിച്ചാൽ അത് കളയാൻ അങ്ങോട്ട്. അപ്പോൾ സ്കിപ്പ് ഫോർ നൗ നോട്ടിഫിക്കേഷൻസ് ഒന്നും ഇപ്പോൾ വേണ്ട. തൽക്കാലത്തേക്ക് നമ്മൾ ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ട്വിറ്ററിൻ്റെ ഓപ്പൺ ആയി കഴിയുമ്പോൾ വരുന്ന ആ ഡാഷ്ബോർഡാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ടോപ്പിക്സ് ടു ഫോളോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫീഡൊക്കെ വരുന്നത്. നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഫീഡും ഫേസ്ബുക്കിലൊക്കെ വരുന്നില്ലേ, അതേപോലെ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്വീറ്റൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹൈ ഓൾ എന്ന് പറഞ്ഞാൽ ട്വീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഹൈ ഓൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ട്വീറ്റ് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചാനലിൽ ഐക്കൺ ഓടി ഇമേജ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആ ഒരു ഇമേജും ഓക്കെ, നമ്മുടെ ഇമേജും പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്യാനുള്ള സംഭവംസൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചാനൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇനിയിപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഇതാണ് നമ്മുടെ ഐ ഡി സെറ്റ് ഓക്കർ എന്ന് പറഞ്ഞാണ് നമ്മുടെ ഐ ഡി വന്നിരിക്കുന്നത്. നിങ്ങൾ ട്വിറ്റർ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇത് വേണമെങ്കിൽ ഫോളോ ചെയ്തിട്ടോ, അക്കൗണ്ട് വേണമെങ്കിൽ ഫോളോ ചെയ്തിട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഐ ഡി വരുന്നത്. സെറ്റ് ഓക്കർ എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മുടെ പ്രൊഫൈൽ.
എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചാണ് നമ്മുടെ പ്രൊഫൈലൊക്കെ എഡിറ്റ് ചെയ്യാനുള്ളതായിട്ട്. നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. കറക്റ്റ് ഇതല്ല കേട്ടോ, കറക്റ്റ് സൈസുള്ള ഇമേജ് ഇല്ല. കാരണം ചിലപ്പോൾ എറർ വരാൻ ചാൻസ് കൂടുതലാണ്. നമ്മുടെ ലൊക്കേഷനും വെബ്സൈറ്റും ഒക്കെ ആഡ് ചെയ്യാനുണ്ട്. വെബ്സൈറ്റ് ഞാൻ പതുക്കെ വലിയ നമ്മുടെ ചാനലിൽ ലിങ്ക് അവിടെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ലിങ്ക് അവിടെ ആഡ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. നമ്മൾ ആ ഒരു ബാനർ വന്നിട്ടില്ലല്ലോ. ഇതപ്പോൾ അത് ആ ഒരു സൈസ് കറക്റ്റ് ആവാനായിട്ടായിരിക്കും തോന്നുന്നു. ഒന്നുകൂടി നമുക്ക് അവർ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിച്ചു തന്നായിരുന്നു. അത് ഒന്നുകൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ശരിയാവുമെന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സംതിങ് വെൻ റോങ് ബട്ട് ഡോണ്ട് ഫ്രെറ്റ്, ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കുഴപ്പമില്ല. അവരുടെ വേറെ എന്തോ സംഭവം കാരണം അത് വരാത്തതാണ്. അത് കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ട്വിറ്ററിൻ്റെ ലോബി അഥവാ ട്വിറ്ററിൻ്റെ ഡാഷ്ബോർഡ്. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.